ഗവർണർ ബില്ല് ഒപ്പിടുന്നതിലെ സുപ്രീം കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുകയാണ് CPM. ചരിത്രപരമായ ഉത്തരവാദിത്തമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് എന്നാണ് PBയുടെ പ്രസ്താവന. വിവരങ്ങൾ നൽകാനായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, കേരളത്തിൽ ഗവർണറുമായി സർക്കാരിനുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന സമയത്ത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് എത്രത്തോളമായിരുന്നു എന്നറിയാം. ആ ഒരു സാഹചര്യത്തിൽ കൂടി അതുകൂടി പരിഗണിച്ചുള്ള ഒരു സ്വാഗതം ചെയ്യലാണ് CPMന്റേത് എന്ന് തന്നെ വിലയിരുത്താമല്ലേ? പോളിറ്റ് ബ്യൂറോ പുറത്തിറക്കിയിരിക്കുന്ന വിധിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്ന വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നും ഈ വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഈ വിധി പ്രസ്താവം സുപ്രീം കോടതി ഈ വിധി പ്രസ്താവം പുറപ്പെടുവിച്ചതെങ്കിലും ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയക്രമം നിശ്ചയിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശം കേരളം ഉൾപ്പെടെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവിടെ അവർക്ക് ഈ ഗുണം ചെയ്യുമെന്നാണ് സുപ്രീം കോടതി CPMന്റെ പോളിറ്റ് ബ്യൂറോ ഇപ്പോൾ ഈ പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വിധി അത്യന്തം ഈ മാതൃകാപരമാണെന്നും അത് ഇന്ത്യൻ ഫെഡറൽ സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഈ വാർത്താക്കുറിപ്പിൽ CPM പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്. PBയുടെ പ്രസ്താവനയുടെ വിശദാംശങ്ങളാണ് ബാലു പങ്കുവച്ചത്.